ഒന്നും രണ്ടുമല്ല 1,05,00,000 നവകേരള ബസ്സിലെ പരമപ്രധാനമായ ആഡംബര കക്കൂസും തകർത്ത് തരിപ്പണമാക്കിയെന്ന വാർത്തകൾ പുറത്തുവരുന്നു. ഇക്കഴിഞ്ഞ ദിവസത്തെ യാത്രയ്ക്കിടെ നവകേരള ബസ്സിന്റെ ശുചിമുറിയുടെ ഫ്ലഷ് ബട്ടണാണ് ആരോ ഇളക്കി മാറ്റിയെന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. ഇന്ന് രാവിലെ നവകേരള ബസ് ശുചിമുറി സൗകര്യം ഇല്ലാതെയാണ് ബാംഗ്ലൂരിലേക്ക് യാത്ര പോയത്. ഇക്കഴിഞ്ഞ ദിവസമാണ് നവകേരള ബസ്സിന്റെ കന്നി സർവീസിൽ തന്നെ ശുഭയാത്ര പ്രതീക്ഷിച്ചെത്തിയവർക്ക് ഒടുവിൽ ബസ്സിന്റെ ഡോർ അടയാത്തത് കാരണം ബാഗിന്റെ വള്ളി വരെ പൊട്ടിച്ചു കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയത്. കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരിലേക്ക് ഗരുഡ പ്രീമിയം സർവീസ് 4:30 ആരംഭിക്കുകയായിരുന്നു. യാത്ര തുടങ്ങിയ അല്പസമയത്തിനകം തന്നെ ഹൈഡ്രോളിക് ഡോർ കേടായതാണ് യാത്രക്കാർക്കിടയിൽ അമ്പരപ്പുണ്ടാക്കിയതും അസ്വസ്ഥതയുണ്ടാക്കിയതും. ബസിന്റെ ഡോർ ഇടയ്ക്കിടെ തനിയെ തുറന്നു പോവുകയായിരുന്നു. ശക്തമായ കാറ്റടിക്കാൻ തുടങ്ങിയതോടെ കരന്തൂർ എത്തിയപ്പോൾ ബസ് നിർത്തുകയായിരുന്നു. തുടർന്ന് യാത്രക്കാരുടെ നേതൃത്വത്തിൽ ബാഗിന്റെ വള്ളി ഉപയോഗിച്ച് വാതിൽ കെട്ടിവെച്ചായിരുന്നു പിന്നീടുള്ള യാത്ര. 4 മണിക്ക് യാത്ര തുടങ്ങുമെന്നാണ് അറിയിച്ചതെങ്കിലും 4:30 യാത്ര തുടങ്ങേണ്ടി വന്നത്. താമരശ്ശേരിയിൽ ബസ്സിന് സ്വീകരണം ലഭിച്ചിരുന്നു. ഏപ്രിൽ 30-നാണ് ഇക്കഴിഞ്ഞ ഏപ്രിൽ 30-നാണ് സീറ്റ് ബുക്കിങ്ങിന് ഓൺലൈൻ സൗകര്യം ഒരുക്കിയത്. 2 ദിവസം കൊണ്ട് സീറ്റ് മുഴുവൻ ബുക്ക് ചെയ്തിരുന്നു. 25 യാത്രക്കാരാണ് ബസ്സിലുള്ളത്. 26 സീറ്റുള്ളതിൽ 1 സീറ്റ് കണ്ടക്ടറുടേതാണ്. അതേസമയം റിസർവ് ഡ്രൈവർ കം കണ്ടക്ടർ രീതിയിൽ പി ജയ്ഫർ, ഷാജിമോൻ എന്നിവരാണ് ബസ് ഓടിക്കുന്നത്. 2013 മുതൽ കോഴിക്കോട് ബാംഗ്ലൂർ മൾട്ടി ആക്സിൽ ബസ് ഓടിക്കുന്നവരാണ് ഇവർ. കോഴിക്കോട് ബാംഗ്ലൂർ റൂട്ടാണ് സ്ഥിരം സർവീസെങ്കിലും മെയ് ദിനത്തിൽ കോഴിക്കോട്ടേക്ക് ബസ് എത്തിക്കാനുള്ള യാത്ര തിരുവനന്തപുരം കോഴിക്കോട് സർവീസായി മാറുകയായിരുന്നു. ബുക്ക് ചെയ്ത 9 യാത്രക്കാരാണ് ബസ് പുറപ്പെട്ട തമ്പാനൂർ ടെർമിനലിൽ നിന്നും കയറിയത്. വഴിയിലും ആളെ കയറ്റി കോഴിക്കോട് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്യാനുള്ള ശ്രമത്തിനിടെ ബസിന്റെ വശങ്ങൾ ഉരഞ്ഞ് പെയിന്റ് പോയിരുന്നു. നടക്കാവ് വർക്ക്ഷോപ്പിൽ എത്തിച്ച് അത് പെയിന്റ് അടിച്ചു. അതേസമയം മുൻപ് മന്ത്രിമാരുമായി ബസ് സഞ്ചരിച്ചപ്പോൾ ഡ്യൂട്ടി ചെയ്ത ഡ്രൈവറും കണ്ടക്ടറുമാണ് ബസ് കോഴിക്കോട്ട് എത്തിച്ചതിന് പിന്നാലെ ആദ്യത്തെ ബാംഗ്ലൂർ സർവീസാണ് ഇക്കഴിഞ്ഞ ദിവസം പുലർച്ചെ ആരംഭിച്ചത്. നവകേരള സദസ്സിന് പിന്നാലെ ബസ് എന്ത് ചെയ്യണമെന്ന ചർച്ചയായിരുന്നു ഇതിനു മുമ്പ് നടന്നത്. മന്ത്രിയായിരുന്ന ആന്റണി രാജുവാണ് ബസ് സർവീസ് വിട്ടു നൽകാമെന്ന് പ്രഖ്യാപിച്ചത്. നവകേരള യാത്രയ്ക്ക് ഉപയോഗിച്ച ബസിന്റെ ആദ്യ യാത്രയുടെ ഭാഗമാകണമെന്ന് കരുതിയാണ് ബാംഗ്ലൂരിലേക്ക് പോകാൻ നേരത്തെ തന്നെ സീറ്റ് ബുക്ക് ചെയ്തതെന്നാണ് യാത്രക്കാരും പറയുന്നത്. ബുക്കിംഗ് തുടങ്ങി മണിക്കൂറുകൾക്കകം ടിക്കറ്റെല്ലാം വിറ്റുതീരുകയായിരുന്നു. 1,171 രൂപയാണ് സെസ് അടക്കമുള്ള ടിക്കറ്റ് നിരക്ക്. AC ബസ്സുകൾക്കുള്ള 5% ആഡംബര നികുതിയും ഇവിടെ നൽകേണ്ടതുണ്ട്. മുഖ്യമന്ത്രി ഇരുന്ന സീറ്റ് ബുക്ക് ചെയ്യാനാണ് യാത്രക്കാരിൽ പലർക്കും താല്പര്യം. ഡിപ്പോയിൽ നേരിട്ടെത്തി ഇക്കാര്യം അന്വേഷിച്ചവരും ഏറെയാണ് എന്ന വിവരങ്ങളാണ്. തിരുവനന്തപുരം കോഴിക്കോട് സർവീസിലെ മുഖ്യമന്ത്രിയുടെ സീറ്റ് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ബുക്ക് ചെയ്തിരുന്നു. ഗരുഡ പ്രീമിയം എന്ന പേരിലാണ് അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്നത്. എല്ലാ ദിവസവും പുലർച്ചെ 4-ന് കോഴിക്കോട് നിന്ന് തിരിച്ച് 11:35-ന് ബാംഗ്ലൂരിലെത്തും. ഉച്ചയ്ക്ക് 2:30-ന് ബാംഗ്ലൂരിൽ നിന്ന് ഇതേ റൂട്ടിൽ സഞ്ചരിച്ച് രാത്രി 10:05-ന് കോഴിക്കോടെത്തും. കോഴിക്കോട് കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി, മൈസൂർ എന്നിവിടങ്ങളിൽ സ്റ്റോപ്പുണ്ട്. അതേസമയം ടോയ്ലറ്റ് പോലുള്ള നവകേരള ബസ് സർവീസ് വിജയിച്ചാൽ ഇതേ മാതൃകയിൽ കൂടുതൽ ബസ്സുകൾ വാങ്ങാനും സർക്കാരിന് ആലോചനയുണ്ടെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. എന്നാൽ പരാജയപ്പെട്ടാൽ KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസം വിഭാഗത്തിന് ബസ് കൈമാറുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.